നമസ്കാരം. ഹോണ്ടയോട് ഇന്ത്യക്കാർക്ക് പ്രത്യേക ഇഷ്ടമാണ് ഉള്ളത്. ഏതൊരു ഉൽപ്പന്നം എടുത്താലും ബ്രാൻഡ് നൽകുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ആ വിശ്വാസമാണ് ഹോണ്ടയെ ഇത്രയധികം ജനപ്രിയമാക്കുന്നത്. ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ മുതൽ അവസാനമായി ഇറങ്ങിയ ഹോണ്ട എലിവേറ്റ് കാർ വരെ വാഹന ലോകത്ത് അവർ നൽകിയ സംഭാവന അത്ര ചില്ലറയല്ല. സിറ്റി, അമേസ് സെഡാനുകളുടെ വിൽപ്പനയെ ആശ്രയിച്ച് നിലനിന്ന് പോകുന്ന ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾക്ക് പുത്തൻ ഊർജ്ജമേകിയ ലോഞ്ചായിരുന്നു എലിവേറ്റിൻ്റെത്. WRV എന്ന പേരിൽ എലിവേറ്റ് വിദേശ വിപണികളിൽ വിൽക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഹോണ്ട കാർ എലിവേറ്റ് ആണ്. ഇതിനിടെ ഹോണ്ട MPV സെഗ്മെന്റിലും ഭാഗ്യം പരീക്ഷിച്ചേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ത്യക്ക് പുറത്ത് ഹോണ്ട MPVകൾക്ക് വലിയ ഡിമാൻഡാണുള്ളത്. പണ്ട് മൊബിലിയോ എന്ന MPV അവതരിപ്പിക്കുന്നതിന് മുൻപ് ജാപ്പനീസ് കമ്പനി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനിരുന്ന മോഡലായിരുന്നു ഫ്രീഡ. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി. എന്നാൽ ജപ്പാനിൽ ഹോണ്ട ഇപ്പോൾ പുത്തൻ ഫ്രീഡ് MPVയുടെ വില പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2.508 ദശലക്ഷം യെൻ മുതൽ 3.437 ദശലക്ഷം യെൻ വരെയാണ് 2024 ഹോണ്ട ഫ്രീഡിന്റെ വില വരുന്നത്. ഇത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറുമ്പോൾ ഏകദേശം 13 ലക്ഷം രൂപയിൽ തുടങ്ങി 17 ലക്ഷം രൂപ വരെ പോകുന്നുണ്ട്. എയർ, ക്രോസ് സ്റ്റാർ എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് ഹോണ്ട ഫ്രീഡ പുറത്തിറങ്ങിയിരിക്കുന്നത്. മുൻഗാമിയേക്കാൾ അല്പം വലിപ്പം കൂടിയാണ് പുതിയ ഫ്രീഡ് അരങ്ങേറിയിരിക്കുന്നത്. 4310 mm നീളവും 1720 mm വീതിയും 1780 mm ഉയരവുമാണ് വലിപ്പം. 2740 mm ആണ് ഫ്രീഡിന്റെ വീൽ ബേസിന്റെ അളവ്. ഈ ഒരു കാറിന്റെ എക്സ്റ്റീരിയർ ക്രോസ് സ്റ്റാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്രോസ് സ്റ്റാർ വേരിയന്റിന് ഗ്രില്ലിലും ക്ലാഡിംഗിലും സ്കിഡ് പ്ലേറ്റിലും കൂടുതൽ കരുത്തിറ്റ ഫിനിഷിംഗ് ആണ് ലഭിക്കുന്നത്. ഏറ്റവും പുതിയ എൻബോക്സിന് സമാനമായ ഒരു പുതിയ ഡാഷ്ബോർഡ് ഇന്റീരിയർ അവതരിപ്പിക്കുന്നുണ്ട്. 6-7 സീറ്റുകളുള്ള ലേഔട്ടുകളിൽ ഫ്രീഡ് എയർ വാങ്ങാൻ സാധിക്കുന്നതാണ്. ക്രോസ് സ്റ്റാർ 5-6 സീറ്റ് കോൺഫിഗറേഷനുകളിലാണ് ലഭ്യമാകുന്നത്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഫാബ്രിക് ട്രിം കൊണ്ട് ചുറ്റപ്പെട്ട വലിയ സെൻട്രൽ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, റീപൊസിഷൻ ചെയ്ത AC വെന്റുകൾ തുടങ്ങിയ സവിശേഷതകൾ കാറിന് ലഭിക്കുന്നുണ്ട്. ഇതിൽ വീൽ ചെയറുകൾക്കായി നീട്ടാവുന്ന റാമ്പും പിവോട്ടഡ് ഫ്രണ്ട് പാസഞ്ചർ സീറ്റും ഉൾപ്പെടുന്നുണ്ട്. ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് അതായത് AEB, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ അതായത് ACC, ലെയിൻ കീപ്പ് അസിസ്റ്റ് അതായത് LCA തുടങ്ങിയ സവിശേഷതകളോടെയാണ് MPVയിൽ ഹോണ്ട സെൻസിംഗ് സ്യൂട്ട് സ്റ്റാൻഡേർഡായി കൊടുക്കുന്നത്. രണ്ട് പവർ ട്രെയിനുകളിലായാണ് 2024 ഹോണ്ട ഫ്രീഡ് പുറത്തിറക്കിയിരിക്കുന്നത്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളും EHEV ഡ്യുവൽ മോട്ടോർ സംവിധാനമുള്ള മറ്റൊരു 1.5 ലിറ്റർ പെട്രോളുമാണ് ഓഫറിൽ ഉള്ളത്. ആദ്യത്തേത് 6600 RPMൽ 118 PS പവറും 4300 RPMൽ 142 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ എഞ്ചിൻ CVT ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. AWD ഓപ്ഷനും ഇതിൽ ലഭ്യമാകുന്നതാണ്. 106 PS പവറും 127 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ അടങ്ങുന്ന ഒരു ഡ്യുവൽ മോട്ടോർ ഹൈബ്രിഡ് സിസ്റ്റമാണ് ഹോണ്ടയുടെ EHEVക്കുള്ളത്. ഇത് 48 Ah ലിഥിയം അയൺ ബാറ്ററിയും 123 PS പവറും 253 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറായി സംയോജിപ്പിച്ച ഒരു ഹൈബ്രിഡ് സിസ്റ്റം രൂപീകരിക്കുന്നുണ്ട്. ഒരു ഇന്റലിജന്റ് പവർ യൂണിറ്റും ആവശ്യമുള്ളപ്പോൾ റിയർ ആക്സിൽ പവർ ചെയ്യുന്നതിനുള്ള സെക്കൻഡറി ഇലക്ട്രിക് മോട്ടറും ഉൾപ്പെടുത്തിയാണ് AWD സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത്. മറ്റ് ഹൈബ്രിഡ് കാറുകളെ പോലെ തന്നെ ഫ്രീഡിനെ വേറിട്ട് നിർത്തുന്നതും ഇതിന്റെ മൈലേജ് ആണ്. MPVയുടെ ഹൈബ്രിഡ് വേരിയന്റിന് ലിറ്ററിന് 25 കിലോമീറ്റർ മൈലേജും സാധാരണ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിന് ലിറ്ററിന് 16.2 കിലോമീറ്റർ മൈലേജും ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും ഹോണ്ടയ്ക്ക് ഇന്ത്യയിലെ മോഡൽ നിര വിപുലീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഫ്രീഡിലൂടെയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യൻ ആൾക്കാർക്ക് ഒത്തുപോകുന്ന തരത്തിലുള്ള ഡിസൈനും ഫീച്ചറുകളുമാണ് ഫ്രീഡിലുള്ളത്. ഹോണ്ടയിൽ നിന്ന് തന്നെ ഇതിനുള്ള ഉത്തരം വൈകാതെ തന്നെ വരുമെന്ന് കാത്തിരിക്കാം. ഹോണ്ടയിൽ നിന്ന് തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഉടൻ തന്നെ ഹോണ്ട ഈ ഒരു വാഹനം ഇന്ത്യൻ നിരത്തുകളിൽ കൊണ്ടുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു.